പരിമിതികളിൽ നിന്ന് ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിട സമുച്ചയങ്ങളിലേക്ക് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ഇരിങ്ങാലക്കുട കോടതികൾ മാറുന്നു. കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനത്തിന് പിന്നാലെ വിവാദവും പുകയുകയാണ്. 160 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ പണിത പഴയ കെട്ടിടത്തിന്റെ പരിമിതികളിൽ നിന്നുമാണ് ചാവക്കാട് ഇരിങ്ങാലക്കുട കോടതികൾക്ക് മോചനമായത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പുതിയ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. That at this time of the year we are unveiling two new court complexes, one in Irianakuda and the other in Chavakad, built with a generous outlay of nearly 100 crores from the government of Kerala. 5 നിലകളുള്ള ചാവക്കാട് കോടതി സമുച്ചയത്തിന് 36 കോടി രൂപയും 7 നിലകളുള്ള ഇരിങ്ങാലക്കുട കോടതി സമുച്ചയത്തിന് 93 കോടി രൂപയുമായിരുന്നു നിർമ്മാണ ചെലവ്. എന്നാൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വൻ രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ ഉയർന്നത്. നിർമ്മാണ ചെലവിന്റെ 60% കേന്ദ്ര ഫണ്ടായിരിക്കെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആക്ഷേപം. ഇത് ജനാധിപത്യ മര്യാദകൾക്ക് നിരക്കാത്തതാണെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത ആരോപിച്ചു. ഉദ്ഘാടന വേളകളിൽ ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കാൻ ഒരു ശ്രമവും നടത്തിയില്ലെന്ന് മാത്രമല്ല, അവസാന നിമിഷം മാത്രമാണ് സ്ഥലം MP-യും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവർകളെ ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടുത്തെ സംവിധാനങ്ങൾ ഏതു തന്നെയായാലും കൃത്യമായിട്ട് വലിയൊരു പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. അതിനെതിരെ കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നിലപാടെടുക്കുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ചാവക്കാട് നടന്ന പൊതുസമ്മേളനത്തിലോ ഇരിങ്ങാലക്കുടയിൽ നടന്ന ചടങ്ങുകളിലോ കേന്ദ്ര സഹമന്ത്രിയെ ക്ഷണിച്ചില്ലെന്ന് BJP ആരോപിച്ചു. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ പദ്ധതിയുടെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ഇടത് വലത് നേതാക്കൾ ശ്രമിക്കുകയാണെന്നാണ് BJPയുടെ ആക്ഷേപം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്ന് BJP അറിയിച്ചു. ദൂരദർശൻ ന്യൂസ്, തൃശൂർ.